നമസ്തേ ആപ് സभी को हमारे ചാനൽ पर हार्दिक स्वागत. എല്ലാവർക്കും നമ്മുടെ ചാനലിലേക്ക് ഹൃദ്യമായ സ്വാഗതം. ഇന്ന് നമ്മൾ പ്രേമശ്രീ ശാഖയിലെ പ്രമുഖ കവിയായിട്ടുള്ള മലിക് മുഹമ്മദ് ജായസിയെക്കുറിച്ചാണ് പറയാൻ പോകുന്നത്. അപ്പോൾ ജായസിയുടെ മുഴുവൻ പേരാണ് മലിക് മുഹമ്മദ് ജായസി. പ്രീവിയസ് ക്വസ്റ്റ്യനായിട്ട് വന്നിട്ടുണ്ട്, പല എക്സാമിനും കേട്ടിട്ടായാലും JLT ആയാലും ഒക്കെ വന്നിട്ടുള്ളൊരു ക്വസ്റ്റ്യനാണ്. ജായസിയുടെ മുഴുവൻ പേര് എന്താണ്? മലിക് മുഹമ്മദ് ജായസി എന്നാണ് ജായസിയുടെ മുഴുവൻ പേര്. അപ്പോൾ ജായസി എവിടെയാണ് ജനിച്ചത്? ഉത്തർപ്രദേശിലെ റായ്ബറേലി ജില്ലയിലാണ് അദ്ദേഹം ജനിച്ചത്. പിന്നെ ജായസ് നഗറിലാണ് അദ്ദേഹം ജനിച്ചത്. ജായസ് നഗറിൽ ജനിച്ചത് കൊണ്ടാണ് അദ്ദേഹത്തിന് ജായസി എന്ന പേര് വന്നത് എന്നും പറയപ്പെടുന്നുണ്ട്. ജായസ് നഗർ में जन्म होने के कारण उनका नाम ജായസി പടാ. അപ്പോൾ ക്ലിയറായി എന്ന് വിചാരിക്കുന്നു. പിന്നെ അദ്ദേഹം തന്നെ പറഞ്ഞിട്ടുണ്ട്, ഒരു വരി, ഫേമസ് ആയിട്ടുള്ളൊരു വരിയുണ്ട്. എന്താണ്? ജായസ് നഗർ മോർ ആസ്ഥാൻ എന്ന് ജായസി തന്നെ പറഞ്ഞിട്ടുണ്ട് അല്ലേ? ജായസ് നഗറാണ് എൻ്റെ ജന്മസ്ഥാനെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. जायस नगर मोर आस्थान. जायस नगर में जन्म होने के कारण जायसी नाम पड़ा. ബച്പൻ മേ ഹി ഉൻകെ മാതാപിതാ ചൽ ബസെ. അപ്പോൾ കുട്ടിക്കാലത്ത് തന്നെ എന്താണ്? ജായസിയുടെ മാതാപിതാക്കൾ നഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു. ഇസ് കാരൺ വേ സാധുവും और ഫക്കീറും കി സംഗതി में रहने लगे. ഈ ഒരു കാരണത്താൽ അദ്ദേഹം എന്താക്കി? സന്യാസിമാരുടെയും ഫക്കീർമാരുടെയും കൂട്ടുകെട്ടിലാണ് ജീവിച്ചത്. ചേച്ചക്കി ബീമാരി കെ കാരൺ ഉൻകി ഏക് ആങ്ക് നഷ്ട ഹുയി. അപ്പോൾ വസൂരി എന്ന രോഗം വന്നിട്ട് അദ്ദേഹത്തിൻ്റെ ഒരു കണ്ണ് എന്തുണ്ടായി? നഷ്ടപ്പെട്ടു അല്ലേ? നഷ്ടപ്പെട്ടു പോയി. കണ്ണ് നഷ്ടപ്പെട്ടു പോയിട്ടുണ്ടായിരുന്നു. കഹാ ജാതാ ഹൈ കി ഇസ് കാരൺ ഉൻകാ മുഖമണ്ഡൽ അത്യന്ത് കുരൂപ് ബനാ താ. അപ്പോൾ ഈ ഒരു കാരണത്താൽ അദ്ദേഹത്തിൻ്റെ മുഖമൊക്കെ എന്തായി? വിരൂപമായിട്ടുണ്ടായിരുന്നു അല്ലേ? വിരൂപിയായി മാറിയിട്ടുണ്ടായിരുന്നു. പക്ഷേങ്കിൽ സൃഷ്ടികർത്താനെ रूप संवाते समय उनसे क्रूरता की, लेकिन भगवान ने मधुर भावം से उनके ഹൃദയ को संपन्न किया था. അല്ലേ? രൂപം കൊണ്ട് അദ്ദേഹത്തെ എന്താക്കി? ഒരു വിരൂപിയാക്കിയെങ്കിലും ദൈവം എന്താക്കി? മധുരഭാവങ്ങളാൽ അദ്ദേഹത്തിൻ്റെ ഹൃദയത്തെ സമ്പന്നമാക്കിയിരുന്നു. പിന്നെ അദ്ദേഹം മരിച്ചത് എവിടെയാണ്? അമേഠി നഗർ കെ ആസ്പാസ് കെ ജംഗിൾ में उनका प्राणांत हुआ था. അപ്പോൾ ജായസ് നഗറിലാണ് അദ്ദേഹം ജനിച്ചത്. റായ്ബറേലി ജില്ലയിലാണ്. മരിച്ചത് അമേഠി നഗറിലാണ് കേട്ടോ. അമേഠി നഗർ കെ ആസ്പാസ് കെ ജംഗിൾ में, അമേഠി നഗറിൻ്റെ അടുത്ത ജംഗിളിലാണ്, കാട്ടിലാണ് അദ്ദേഹം മരിച്ചത് എന്ന് പറയപ്പെടുന്നുണ്ട്. പിന്നെ എന്താണ്? കഹാ ജാതാ ഹൈ കി ഏക് ശിക്കാരി കെ 3 से उन्होंने शरीर छोड़ा था. ഒരു ശിക്കാരി അല്ലേ? ഒരു ശിക്കാരിയുടെ തീറ് കൊണ്ടാണ് അദ്ദേഹം മരിച്ചതു എന്നും പറയപ്പെടുന്നുണ്ട്. വേട്ടക്കാരൻ്റെ അമ്പ് കൊണ്ടാണ് മരിച്ചതെന്നും പറയപ്പെടുന്നുണ്ട്. പിന്നെ കുച്ച് ലോഗോं का कहना है कि वे जंगल में समाधिस्थ हो गए. അപ്പോൾ ജംഗിളിൽ കാട്ടിൽ സമാധിയായി എന്നും പറയപ്പെടുന്നുണ്ട്. അപ്പോൾ 3 അഭിപ്രായങ്ങളാണ് പറയുന്നത്. അമേഠി നഗറിലെ തൊട്ടടുത്തുള്ള കാട്ടിലാണ് അദ്ദേഹം മരിച്ചതെന്നും പറയുന്നു. പിന്നെന്താണ്? ശിക്കാരിയുടെ തീറ് കൊണ്ടാണ് അദ്ദേഹം മരിച്ചതെന്നും പറയുന്നു. പിന്നെ കാട്ടിൽ തന്നെ സമാധിയായി എന്നും പറയപ്പെടുന്നുണ്ട്. അബ് ബി ജായസിക്ക് സമാധി മൗജൂദ് ഹെ. ഇന്നും ജായസിയുടെ സമാധി എന്താണ്? കാണാൻ കഴിയുമെന്നാണ് പറയുന്നത് അല്ലേ? പിന്നെ ജായസിയുടെ മുഖ്യ രചന എന്ന് പറയുന്നത് പത്മാവതാണ്. നമ്മൾ ജായസി എന്ന് പറയുമ്പോൾ ഫസ്റ്റ് ഓർക്കേണ്ടത് പത്മാവതാണ് കേട്ടോ. അപ്പോൾ ജായസിയുടെ 12 രചനകളാണ് നമുക്ക് ഓർത്ത് വെക്കാനുള്ളത്. ഏതൊക്കെയാണ്? ഫസ്റ്റ് നമ്മൾ പത്മാവത് ഉണ്ട്, അഖരാവത് ഉണ്ട്, ചമ്പാവത്, ഇരാവത്, സഖരാവത്, മർക്കാവത്, ചിത്രാവത്, നൈനാവത്, ആഖിരി കലാം, ചിത്രരേഖ, കഹർനാമ, മസൽനാമ. ഇങ്ങനെ 12 രചനകളാണ് മലിക് മുഹമ്മദ് ജായസിയുടെ വരുന്നത്. അപ്പോൾ ഈ രചനകൾ ഇമ്പോർട്ടൻ്റ് ആയിട്ട് പറയുന്നത് പത്മാവതും അഖരാവട്ടുമാണ്. പിന്നെ ആഖിരി കലാം, പിന്നെ കഹർനാമ, മസൽനാമ, ചിത്രരേഖയും കുറച്ച് ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ പത്മാവതാണ് അധികം നമുക്ക് എക്സാമിന് ചോദിക്കുന്നത്. എങ്കിലും ഈ പേരുകളൊക്കെ ഒന്ന് ഓർത്ത് വെക്കുക. കാരണം പത്ത് എന്ന് എൻഡ് ചെയ്യുന്നതുകൊണ്ട് നമുക്ക് പഠിച്ചെടുക്കാൻ എളുപ്പമാണ്. പത്മാവത്, അഖരാവത്, ചമ്പാവത്, ഇരാവത്, സക്കരാവത്, മർക്കാവത് എന്നൊക്കെ പറഞ്ഞിട്ട് നമുക്കൊന്ന്
ഓർത്തെടുക്കാനും എളുപ്പമാകും. അപ്പോൾ ഈ 12 രചനകളും നിങ്ങളൊന്ന് പഠിച്ചു വെക്കുക കേട്ടോ. അപ്പോൾ ജായ്സിയുടെ ജനനം, ജായ്സിയുടെ മരണം, പിന്നെ അദ്ദേഹത്തിന് എന്ത് രോഗമാണ് ബാധിച്ചത്? ചേച്ചകൽ വസൂരി എന്ന രോഗം ബാധിച്ചിട്ടാണ് അദ്ദേഹത്തിൻ്റെ കണ്ണ് നഷ്ടപ്പെട്ടത്. ഒരു ജായ്സിയെക്കുറിച്ചൊരു ഐഡിയ നിങ്ങൾക്ക് എന്തായാലും കിട്ടിയെന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നതുവരെ എല്ലാവർക്കും ധന്യവാദ്.